ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്? മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്നറിയപ്പെടുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതൊരു പ്രസ്താവനയാണ്. എന്തിനെക്കുറിച്ചുള്ള? ഫണ്ടമെൻ്റൽ ട്രൂത്ത്. ഓക്കെ, അടിസ്ഥാനപരമായിട്ടുള്ള സത്യങ്ങളെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു പ്രസ്താവനയാണ് എന്തെന്നറിയപ്പെടുന്നത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത്. വിച്ച് ആക്ട്, അത് ആക്ട് ചെയ്യുന്നു, അത് പ്രവർത്തിക്കുന്നു. ആസ് ഗൈഡ്ലൈൻസ് എന്ന നിലയിൽ എന്തിനു വേണ്ടിയിട്ട്? മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബിഹേവിയർ, മാനേജീരിയലായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫണ്ടമെൻ്റൽ ട്രൂത്ത്, അടിസ്ഥാനപരമായ സത്യമാണ് എന്തെന്നറിയപ്പെടുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് പേരുടെ പ്രിൻസിപ്പിൾസാണ് പഠിക്കാനുള്ളത്. ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫെഡറിക് വിൻസ്ലോ ടൈലറിൻ്റെ, അതായത് FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ ഉരുത്തിരിയുന്നത്, ഉണ്ടായിട്ടുള്ളത് നിരന്തരമായിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങളുടെയും അന്വേഷണങ്ങളുടെയും അവലോകനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത് സ്ഥിരമായിട്ടുള്ള സയൻറ്റിഫിക്കായി ശാസ്ത്രീയമായ പഠനത്തിൻ്റെയും ശാസ്ത്രീയമായ വിശകലനത്തിൻ്റെയും ശാസ്ത്രീയമായ കണ്ടെത്തലിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതാണ്. മാത്രമല്ല, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത് ഓൺ ദ ബേസിസ് ഓഫ് ഒബ്സർവേഷൻ, നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആസ് വെൽ ആസ് പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ദി മാനേജേഴ്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളുകൾ ഉണ്ടായിത്തീർന്നിട്ടുള്ളത് മാനേജേഴ്സിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അവർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, നിരന്തരമായിട്ടുള്ള ഒബ്സർവേഷൻ, നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ നിരന്തരമായിട്ടുള്ള എക്സ്പെരിമെൻറ്റേഷൻ, പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് എന്നുള്ളതാണ് ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളും പ്യുവർ സയൻസ് പ്രിൻസിപ്പിളും തമ്മിലുള്ള വ്യത്യാസം? ഇത് ചോദിക്കാൻ സാധ്യതയില്ല, എന്നിരുന്നാലും നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഫ്ലെക്സിബിളാണ്, അതായത് ഫ്ലെക്സിബിളാണ് സ്വഭാവത്തിൽ. കാരണം എന്താ വെച്ചാൽ, സമയത്തിനനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. പക്ഷേ പ്യുവർ സയൻസ് പ്രിൻസിപ്പിൾ, ശാസ്ത്രീയമായിട്ടുള്ള തത്വങ്ങൾ, പ്യുവറായിട്ടുള്ള ശാസ്ത്രീയ തത്വങ്ങൾ എന്താണ്? മാറ്റാൻ സാധിക്കില്ല, അത് റിജിഡായിരിക്കും, അതിൽ ചേഞ്ച് വരുത്താൻ സാധിക്കില്ല. പിന്നെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ അപ്ലൈഡ് വിത്ത് ക്രിയേറ്റിവിറ്റി. ശ്രദ്ധിക്കേണ്ട കാര്യം, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ പഠിച്ചൊരു വ്യക്തിക്ക് അത് അയാളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ക്രിയാത്മകമായിട്ട് അയാൾക്ക് അതെന്ത് ചെയ്യാം? ഒരു സ്ഥാപനത്തിൽ ഉപയോഗിക്കാം. പക്ഷേ പ്യുവർ സയൻസ് പ്രിൻസിപ്പിൾ എന്ത് ചെയ്യാൻ സാധിക്കില്ല? സ്റ്റാറ്റിക്കാണ്, സ്ഥിരമായിട്ടുള്ളതാണ്. അതുപോലെ എന്ത് ചെയ്യുന്നു? പറയുന്നത് എന്താണ്? ബിസിനസ് എൻവയോൺമെൻറ്റിനെ മാറ്റത്തിനനുസരിച്ച് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ പരിസ്ഥിതി അല്ലെങ്കിൽ പരിതസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് കൊണ്ടാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ മാറ്റം വരുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ പ്യുവർ സയൻസ് പ്രിൻസിപ്പിളോ, സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം ഓർ സിറ്റുവേഷൻ. സന്ദർഭത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് കൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള തത്വങ്ങൾ മാറില്ല. പക്ഷേ ഏതാ മാറുക? മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്ത് ചെയ്യും? മാറും. മാത്രമല്ല, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ അപ്ലൈഡ് ഇൻ ഹ്യൂമൻ ബീയിങ്. മനുഷ്യ ജന്തുക്കളുടെ മുകളിലെ, മനുഷ്യൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഒരേപോലെയുള്ള ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല, കാരണം എല്ലാവരും വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ട്. സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസോ അപ്ലൈഡ് ഇൻ ഫിസിക്കൽ മാറ്റേഴ്സിലാണ് ശാസ്ത്രീയമായിട്ടുള്ള തത്വങ്ങൾ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? അതെല്ലായ്പ്പോഴും ഒരേ റിസൾട്ട് തന്നെയാണ് കാണിക്കുക. ഓക്കെ, പിന്നെയോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഗൈഡ് ലൈൻസ് ഫോർ ആക്ഷൻ. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തത്വങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്, മാർഗനിർദ്ദേശങ്ങളാണ്. ഓക്കെ, എന്നാണ്. പിന്നെ മാനേജ്മെൻറ്റ് ടെക്നിക്ക് പറഞ്ഞാൽ മെത്തേഡ്സും പ്രൊസീജിയേഴ്സുമാണ്. ഒരു ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കാമെന്നതിനെക്കുറിച്ചുള്ള രീതികളും അതിൻ്റെ പ്രൊസീജിയേഴ്സും അടങ്ങുന്നതാണ് മാനേജ്മെൻറ്റ് ടെക്നിക്ക്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഫ്ലെക്സിബിളാണ്, പക്ഷേ മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ എന്താണ്? അത്രത്തോളം ഫ്ലെക്സിബിൾ അല്ല എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളും
മാനേജ്മെൻറ്റ് ടെക്നിക്കും തമ്മിലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അടുത്തത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളും വാല്യൂസും തമ്മിലുള്ള കമ്പാരിസനാണ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? മാനേജീരിയൽ ആക്ഷൻസിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ മാനേജേഴ്സിന് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത്. വാല്യൂസ് എന്ന് വെച്ചാലോ, വാല്യൂ എന്ന് വെച്ചാൽ മൂല്യം എന്നാണ് അർത്ഥം. റൂൾസ് ഫോർ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ സൊസൈറ്റി. ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്ത് സ്വഭാവത്തിലാണ് പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള റൂൾസാണ് എന്തെന്നറിയപ്പെടുന്നത് വാല്യൂസ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എപ്പോഴും ടെക്നിക്കലാണ്, ശാസ്ത്രീയമാണ്, അല്ലെങ്കിൽ സാങ്കേതികപരമാണ്, സാങ്കേതിക സ്വഭാവമാണുള്ളത്. പക്ഷേ വാല്യൂസിനോ മൂല്യങ്ങൾക്കോ എത്തിക്കലാണ്, ധാർമ്മികമായിട്ടുള്ള സ്വഭാവമാണ് വാല്യൂസിന് മൂല്യങ്ങൾക്ക് ഉള്ളത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, അടുത്ത പറയുന്നത് നാച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഒന്നാമതായിട്ട് ഓരോന്ന് ഇവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് അടുത്തതിൽ പറയാം. യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി, ജനറൽ ഗൈഡ് ലൈൻസ്, ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, ഫ്ലെക്സിബിലിറ്റി, ബിഹേവിയറൽ ഇൻ നാച്ചർ, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ആൻഡ് കണ്ടിൻജൻറ്റ് ഓർ ഡിപ്പെൻഡൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകതകൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ. ഇനി ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി എന്നുള്ളതാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് ആർ അപ്ലിക്കബിൾ ഇൻ ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സൈസ് ആൻഡ് നാച്ചർ. ശ്രദ്ധിക്കേണ്ട കാര്യം, മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഏത് രീതിയിലുള്ള ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളിലും നമുക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. സ്ഥാപനത്തിൻ്റെ വലിപ്പമോ സ്ഥാപനത്തിൻ്റെ സ്വഭാവമോ പ്രശ്നമില്ല. ഒന്നുകിൽ അത് ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനമായിരിക്കും, ലാഭം ഉണ്ടാക്കാത്ത സ്ഥാപനമായിരിക്കും. എന്ത് തന്നെ ആയാലും ശരി, എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥാപനത്തിലും എല്ലാ ഓർഗനൈസേഷനിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. 2 ജനറൽ ഗൈഡ് ലൈൻസ് ആണ് കൊടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ജനറൽ ഗൈഡ് ലൈൻസ് മാർഗ്ഗനിർദ്ദേശങ്ങളാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അതുപോലെയോ ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, വളരെ കാലത്തെ പ്രയത്നത്തിൻ്റെ ഫലമായി, പ്രവർത്തനങ്ങളുടെ ഫലമായി, അതുപോലെ നിരീക്ഷണങ്ങളുടെ പരീക്ഷണങ്ങളുടെ ഫലമായെല്ലാമാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളുകൾ കണ്ടെത്തിയിട്ടുള്ളത്. അല്ലാതെ ഒരൊറ്റ ദിവസം കൊണ്ട് എഴുതി തയ്യാറാക്കിയതല്ല. ഒരുപാട് മാനേജേഴ്സ്, വ്യത്യസ്തമായിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള മാനേജേഴ്സ് ഒരുപാട് കാലം വർക്ക് ചെയ്ത്, ഒരുപാട് കാലം ജോലി ചെയ്ത്, അവിടെ ഒബ്സർവ് ചെയ്ത്, അതുപോലെ എക്സ്പെരിമെൻറ്റ് ചെയ്ത്, നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഉണ്ടായിട്ടുള്ളത്. ദർ ആർ നോട്ട് ഡെവലപ്ഡ് ഓവർ നൈറ്റ്. ഒരൊറ്റ ദിവസം കൊണ്ടോ ഒരു വ്യക്തിയുടെ ഫീലിങ്സിൽ നിന്നും ഉണ്ടായിട്ടുള്ളതല്ല. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ, മാനേജ്മെൻറ്റ് തത്വങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള എല്ലാവരും തന്നെ ഒരുപാട് കാലം ഒരുപാട് സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച് അതിൻ്റെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരൊറ്റ ദിവസം കൊണ്ടല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഫ്ലെക്സിബിളാണ്, സമയത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. മാനേജർക്ക് എന്ത് ചെയ്യാം, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ത് ചെയ്യാം, മാറ്റം വരുത്തുവാൻ സാധിക്കും. അതുപോലെ റിലേറ്റീവാണ്. പിന്നെ ബിഹേവിയറൽ ഇൻ നാച്ചർ, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഫോംഡ് ടു ഗൈഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്ഥാപനത്തിനകത്തുള്ള, ഒരു കമ്പനിക്കകത്തുള്ള തൊഴിലാളികളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇറക്കിയിട്ടുള്ളത്. ദി എം ടു ഇൻഫ്ലുവൻസിങ് ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്, മനുഷ്യരുടെ സ്വഭാവത്തെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെയോ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ്, അല്ലേ, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ്. ഓക്കെ, കാര്യകാരണ ബന്ധം സഹിതം എന്നൊക്കെയാണ് പറയുക. ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ഇൻറ്റൻഡഡ് ടു എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്റ്റ്. കാര്യകാരണ സഹിതമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പഠിക്കുന്നത്, മാനേജ്മെൻറ്റിലെ പഠിക്കുന്നത്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ടെൽസ് ദ മാനേജർ വാട്ട് വുഡ് ബി ദ റിസൾട്ട് ഇഫ് എ പർട്ടിക്കുലർ പ്രിൻസിപ്പിൾ ഈസ് അപ്ലൈഡ് ഇൻ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു പ്രത്യേക മാനേജ്മെൻറ്റിൻ്റെ തത്വം ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉപയോഗിച്ചാൽ അതിൽ നിന്നും എന്ത് റിസൾട്ടാണ് കിട്ടുക എന്നെന്ത് ചെയ്യും, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മാനേജർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദെർഫോർ മാനേജർ ക്യാൻ ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ ക്വിക്ക്ലി വിത്തൗട്ട് റിസോർട്ടിങ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഇതോടുകൂടി എന്ത് ചെയ്യാം, മാനേജർക്ക് ശരിയായ തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന്
ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിക്കാതെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, എടുക്കുവാൻ സാധിക്കും. ഓക്കെ, ഇവിടെ പറയുന്നു കോസ് ആൻഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ കോസ് കാരണം എന്നുള്ളത് പറയാണ്. വൈ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, മഴ പെയ്ത് തുടങ്ങിയിരിക്കുന്നു. വൈ എന്തുകൊണ്ട്. അപ്പോൾ വാട്ട് എഫക്റ്റാണ്. വാട്ട് ഐ നീഡഡ് ആൻ അംബ്രല്ല, എനിക്കൊരു അംബ്രല്ല വേണം. ഒരു കോസും അതിനൊരു എഫക്റ്റും ഉണ്ട്, ഒരു കാരണവും അതിന് കാര്യവും ഒരു കാരണവും എന്നുള്ളതാണ്. പിന്നെ കണ്ടിൻജൻ്റ് ഓർ ഡിപ്പെൻഡൻ്റ് ആണ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്താണ്, ഒരു സിറ്റുവേഷൻ നിലവിൽ ഉള്ള, ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിലവിലുള്ള ഒരു സന്ദർഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ആശ്രയിച്ചിരിക്കുന്നത്. ദ അപ്ലിക്കേഷൻ ആൻഡ് എഫക്റ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദി നാച്ചർ ഓഫ് ഓർഗനൈസേഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിനെ നമ്മളൊരു സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യുന്നത് ആ സ്ഥാപനത്തിൻ്റെ സ്വഭാവത്തിനും അവിടെയുള്ള ആളുകൾക്കും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മാനേജേഴ്സിന് ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ, മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങൾ, ഒരു മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് തത്വങ്ങൾ സഹായിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രാധാന്യം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ എന്നാണ് അടുത്തത് നോക്കുന്നത്. പ്രൊവൈഡിങ് മാനേജേഴ്സ് എ യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. മാനേജേഴ്സിന് ആവശ്യപ്രദമായിട്ടുള്ള ഒരു ഇൻസൈറ്റ് എന്ത് ചെയ്യുന്നു, റിയാലിറ്റിയിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥാപനത്തിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എന്ത് ചെയ്യുക, സ്ഥാപനത്തിൻ്റെ റിസോഴ്സുകളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതുപോലെ സയൻറ്റിഫിക് ഡിസിഷൻ, ശാസ്ത്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുക. അതുപോലെ മീറ്റിംഗ് ചേഞ്ചസ് ഇൻ എൻവയോൺമെൻറ്റ് റിക്വയർമെൻറ്റ്, നമ്മുടെ പരിസ്ഥിതിയുടെ മാറ്റത്തിനനുസരിച്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മുന്നേറുക. ഫുൾഫില്ലിങ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹിക പ്രതിബദ്ധത ഫുൾഫിൽ ചെയ്യുക, പൂർത്തീകരിച്ച് കൊടുക്കുക. അതുപോലെ ബേസ് ഫോർ മാനേജ്മെൻറ്റ് ട്രെയിനിങ് എഡ്യൂക്കേഷൻ റിസർച്ച്, മാനേജ്മെൻറ്റ് ട്രെയിനിങ് എഡ്യൂക്കേഷൻ റിസർച്ചിനൊക്കെയുള്ള അടിസ്ഥാനമായിട്ട് ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് പറയേണ്ടല്ല, ഈ സംഭവം തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വിശദമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളതാണ് ഡിഫറൻറ്റ് മാനേജ്മെൻറ്റ് തോട്ട്സ് എന്നുള്ളത്, വ്യത്യസ്തമായ മാനേജ്മെൻറ്റിൻ്റെ ആശയങ്ങൾ എന്നുള്ളത്. മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമായി 2 ആശയങ്ങളാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അത് 2 വ്യക്തികളാണ്. 2 വ്യക്തികൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, തത്വങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പൽ രൂപീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ വ്യക്തിയാണ് ഹെൻറി ഫയോൾ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ വ്യക്തിയാണ് FW ടൈലർ എന്നറിയപ്പെടുന്നത്. 2 പേരും ഫീൽഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൻറി ഫയോളിനെ കുറിച്ചാണ്. ഫാദർ ഓഫ് ജനറൽ മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്നു. ഹെൻറി ഫയോൾ 1841 മുതൽ 1925 അതുവരെയാണ് അവരുടെ ജീവിത കാലഘട്ടം. ഹെൻറി ഫയോൾ ഒരു ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു. അയാൾ എന്ത് ചെയ്തു, മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് 14 പ്രിൻസിപ്പളുകൾ, 14 ആശയങ്ങൾ, 16 തത്വങ്ങൾ എന്ത് ചെയ്തു, രൂപീകരിച്ചു. ഫയോൾ ഡെവലപ്ഡ് എ ജനറൽ തിയറി ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ് ഈസ് കോൾഡ് ഫയോളിസം എന്ന പേരിലുള്ള ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ തിയറി അയാൾ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, പിന്നെ പറയുന്നത് ഫയോൾ പ്രപ്പോസ്ഡ് ദാറ്റ് ദർ വേർ 5 പ്രൈമറി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫയോൾ പ്രപ്പോസ് ചെയ്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ 5 ഫങ്ഷനുകളാണ് എന്തിനുള്ളത്, മാനേജ്മെൻറ്റിനുള്ളത് എന്നുള്ളതാണ്. അതുപോലെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, 14 തത്വങ്ങളുമാണ് മാനേജ്മെൻറ്റിനുള്ളത് എന്നുള്ളതാണ്. അയാളുടെ പ്രധാനപ്പെട്ട പുസ്തകമാണ് അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയലെ എറ്റ് ജനറലെ, പബ്ലിഷ്ഡ് ഇൻ 1916. ഓക്കെ, അതുപോലെ അയാളുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് പറയുന്നത് ഇതൊക്കെയാണ്: പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്. ഓക്കെ, ഹെൻറി ഫയോൾ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1960 1960 സോറി, അതിൽ ജസ്റ്റ് ടൈപ്പിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. മൈനിങ് എഞ്ചിനീയർ ആയിട്ട് എന്ത് ചെയ്യുന്നു, അയാൾ ജോലി ചെയ്തു 19 വയസ്സുള്ളപ്പോൾ. അതിൽ 1988 എന്ത് ചെയ്തു, ആ കമ്പനിയുടെ അത് ഇതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നാണ്, ഡയറക്ടറായി മാറി. അതുപോലെ എന്ത് ചെയ്തു, പിന്നെ 30 കൊല്ലം അവിടെ സേവനം അനുഷ്ഠിച്ചു.
1918 വരെ അവിടെ സേവനം അനുഷ്ഠിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, അയാൾ 14 പ്രിൻസിപ്പിൾ കണ്ടെത്തി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ അത്രയും കാലം 10-35 വർഷം എന്ത് ചെയ്തു, 30 വർഷത്തോളം അയാൾ ആ മൈനിങ് കമ്പനിയിൽ എൻജിനീയറായി ജോലി ചെയ്തു. എന്നിട്ട് അവസാനം അയാൾ 14 പ്രിൻസിപ്പിളുകൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുകയാണ് ഉണ്ടായത്. ഓക്കെ, അത് താഴെ പറഞ്ഞിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയലിലെ ഹെഡ് ജനറലി എന്ന് പറയുന്നതിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അയാളെ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഫയോളിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ, മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. 14 എണ്ണമുണ്ട്. ഒന്നാമത്തെ ഡിവിഷൻ ഓഫ് വർക്കാണ്, രണ്ടാമത്തെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ്, മൂന്നാമത്തെ ഡിസിപ്ലിനാണ്, നാലാമത്തെ യൂണിറ്റി ഓഫ് കമാൻഡാണ്, അഞ്ചാമത്തെ യൂണിറ്റി ഓഫ് ഡയറക്ഷനാണ്, ആറാമത്തെ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഇൻറ്റു ജനറൽ ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, സ്കാലാർ ചെയിന്, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ, ഇനീഷ്യേറ്റീവ്, എസ്പിരിറ്റ്, ഡീകോപ്സ്. ഇത്രയും 14 പ്രിൻസിപ്പിളുകളാണ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് 14 തത്വങ്ങളാണ് ആര് മുന്നോട്ട് കൊണ്ടുവന്നത്? ഫയോൾ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? മാനേജേഴ്സിന് മാനേജീരിയൽ ആക്ടിവിറ്റി ശരിയായ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. ഫയോളുടെ 14 പ്രിൻസിപ്പിൾ ഒന്നാമത്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ഥാപനത്തിൻ്റെ അകത്തുള്ള ജോലിയെ വിവിധ ഭാഗങ്ങളായി തിരിക്കുകയും ആ ഓരോ ജോലിയെയും വ്യത്യസ്ത ആളുകളെ ഏൽപ്പിക്കുകയും അവരുടെ കഴിവിനും അവരുടെ ക്വാളിഫിക്കേഷനും അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഡിവിഷൻ ഓഫ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും അവരുടെ ഉത്തരവാദിത്തം വർദ്ധിക്കും. ഒന്നും കൂടി എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഡിവിഷൻ ഓഫ് വർക്കിന് വളരെയധികം എക്സാമ്പിളാണ് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതായത് ഒരു പ്രവൃത്തിയിൽ തന്നെ ഒരാൾ പ്രാവീണ്യം തെളിയിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഷർട്ട് അടിക്കുമ്പോൾ പോക്കറ്റ് തയ്ക്കുന്ന ഒരാളുണ്ട്, അതുപോലെ കയ്യിൻ്റെ സ്ലീവിൻ്റെ ഭാഗം തയ്ക്കുന്ന ഒരാളുണ്ട്, അതുപോലെ ബോഡി അതിൻ്റെ മെയിൻ ഭാഗം അങ്ങനെ കോളർ തയ്ക്കുന്ന അങ്ങനെ. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. അതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനും അവരവരുടെ യോഗ്യതയ്ക്കും അനുസരിച്ച് ജോലിയിലേക്ക് കയറാൻ സാധിക്കും. അതായത് മൊത്തമുള്ള ഒരു ജോലിയെ, ശ്രദ്ധിക്കേണ്ട കാര്യം പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് പറയുന്നത് എന്താണ്? മൊത്തം ഒരു ജോലിയെ വിവിധ ഭാഗങ്ങളായി തിരിക്കുകയും എന്നിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ശ്രദ്ധിക്കേണ്ട കാര്യം അതോറിറ്റി അധികാരം, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരവാദിത്വം. ഓക്കെ, അവിടെ എന്ത് ചെയ്യും? അധികാരവും ഉത്തരവാദിത്വവും എന്ത് ചെയ്യും? ഉണ്ടാവുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തെ ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ മീൻസ് ഒബീഡിയൻസ്, അനുസരണ എന്നുള്ളതാണ്. റെസ്പെക്റ്റ് ഓഫ് അതോറിറ്റി ആൻഡ് ഒബ്സർവേഷൻ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ്. ഇറ്റ് ഈസ് റിക്വയർഡ് നോട്ട് ഓൺലി പാർട്ട് ഓഫ് വർക്കേഴ്സ് ബട്ട് ഓൾസോ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ്. വർക്കേഴ്സിനും വേണം, മാനേജ്മെൻറ്റിനും എന്ത് വേണം? ഡിസിപ്ലിൻ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ യൂണിറ്റി ഓഫ് കമാൻഡ്. അക്കോർഡിംഗ് ടു ഫയോൾ ദർ ഷുഡ് ബി വൺ ആൻഡ് ഓൺലി വൺ ബോസ് ഫോർ എവറി ഇൻഡിവിജ്വൽ എംപ്ലോയി. ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ഇൻഡിവിജ്വൽ എംപ്ലോയീസിനും ഒരൊറ്റ ബോസേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നർത്ഥം. ആൻഡ് ഇൻഡിവിജ്വൽ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം റെസ്പോൺസിബിൾ വൺ സുപ്പീരിയർ. ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സുപ്പീരിയറിൽ നിന്നായിരിക്കണം ഒരു സബോർട്ട്, ഒരേ ഒരു സുപ്പീരിയറിൽ നിന്നായിരിക്കണം ഒരു സബോർഡിനേറ്റ് എന്ത് ചെയ്യേണ്ടത്? ഉത്തരവുകൾ സ്വീകരിക്കേണ്ടത്, ഓർഡറുകൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് ആൾക്കാരിൽ നിന്ന് പാടില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ യൂണിറ്റി ഓഫ് കമാൻഡിന് എക്സാമ്പിളാണ്. നിങ്ങളോട് എന്ത് ചെയ്തു? ഒരു മാഷ് പറഞ്ഞെന്ത്? പോയി ചോക്ക് എടുക്കാൻ പോയപ്പോൾ പറഞ്ഞ് എന്ത് ചെയ്തു? അവിടെയുള്ള ആൾ പറഞ്ഞ് ചോക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അയച്ചു. അതായത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടാവാൻ പാടില്ല? കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ പാടില്ല. അതായത് ഇഫ് ദർ മോർ ദാൻ വൺ സുപ്പീരിയർ പറഞ്ഞാൽ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ആൾക്കാർ, ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആൾ. അപ്പോൾ സബോർഡിനേറ്റ് പറഞ്ഞാൽ താഴെ കടയിലുള്ള ആൾക്കാർ. അപ്പോൾ ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും കോൺഫ്ലിക്റ്റിനുള്ള സാധ്യത, അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, അതായത് ദർ ഷുഡ് ബി വൺ ഹെഡ്, വൺ മാനേജർ ആൻഡ് വൺ പ്ലാൻ. ഒരു മാനേജർക്ക് ഒരു പ്ലാനേ ഉണ്ടാവാൻ പാടുള്ളൂ. യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും മനസ്സിലാക്കുക. അതുപോലെ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഇൻ ടു ജനറൽ ഇൻട്രസ്റ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം
ഒരാൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ സ്ഥാപനത്തിലെ ലക്ഷ്യങ്ങൾ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായിരിക്കണം ആർക്ക് ശ്രദ്ധ, ആ സ്ഥാപനത്തിലെ തൊഴിലാളിയുടെ ശ്രദ്ധ. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, അയാൾക്ക് സ്വന്തം കാര്യത്തിൽ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്നുള്ളതാണ്. എംപ്ലോയീസിന് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ശമ്പളം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് തികച്ചും എന്ത് ചെയ്യും, തൊഴിലാളികളെ തൊഴിലെടുക്കുന്നതിന് പ്രചോദിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രീകരണം, ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ വികേന്ദ്രീകരണം. അതിലെന്താ പറയുന്നത്, സെൻട്രലൈസേഷൻ മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ഇൻ ഫ്യൂ ഹാൻഡ്സ് അറ്റ് ടോപ്പ് ലെവൽ. നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചു അല്ലേ? ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചപ്പോൾ അല്ലേ, നിങ്ങൾ പഠിച്ചാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളുകൾ.